ഇന്ന് രാവിലെ നേരത്തെ തന്നെ യാത്ര തുടങ്ങി. ചിറ്റൂരിലേക്കാണ് ഇന്നത്തെ യാത്ര. മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളായി നടക്കുന്നവരാ നമ്മളെല്ലാവരും. ചിലരത് ചെയ്തു കാണിക്കും, ചിലരത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കും. ഒരേപോലുള്ള ആഗ്രഹങ്ങൾ പലർക്കുമുണ്ടാവും. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മറ്റൊരാൾ പ്രാവർത്തികമാക്കിയത് ചില സമയത്ത് കാണാൻ കഴിയാറുണ്ട്. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇന്ന് കൺമുന്നിൽ കാണാനുള്ള അവസരം എനിക്കിന്ന് കിട്ടി. ആ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ് ഇന്നത്തേത്. ചിറ്റൂരിലുള്ള 2-3 സ്ഥലങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. പാലക്കാടുള്ള ചെറിയൊരു കുന്ന്, അതിനു മുകളിലുള്ള കാഴ്ചകളും തേടിയാണ് ഇന്നത്തെ യാത്ര. ചിറ്റൂരിലുള്ള കേനമ്പുള്ളി മലയിലേക്കാണ് ഇന്ന് പോകുന്നത്. പാലക്കാട് ടൗണിൽ നിന്നും വെറും 17 കിലോമീറ്റർ കേനമ്പുള്ളി മലയിലേക്കുള്ളൂ. ഏകദേശം അരമണിക്കൂർ കൊണ്ട് പാലക്കാട് ടൗണിൽ നിന്നും കേനമ്പുള്ളി മലയിലേക്ക് എത്താൻ കഴിയും. പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഒരു മുത്തശ്ശിയെപ്പോലെ കേനമ്പുള്ളി മലയുടെ മുന്നിലായി തന്നെ ഒരു മുത്തശ്ശി ആൽമരം കാണാൻ കഴിയും. മലയുടെ മുകളിലേക്ക് കയറുന്നതിനായുള്ള ഗേറ്റ് അടച്ചതിനാൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആ കാണുന്നത് മലയുടെ മുകളിലേക്ക് കയറാനുള്ള വഴി. ഈ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. ചെറുപാല കേണമ്പുള്ളി മല ആറുമൂർത്തി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവനായ പേര്. മുകളിലെ അമ്പലം വരെയും സ്റ്റെപ്സ് പണിയഴിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രായഭേദമന്യേ ഏതൊരാൾക്കും നിഷ്പ്രയാസം മുകളിലേക്ക് കയറിപ്പോകാൻ കഴിയും. ചിറ്റൂർ ടൗണിൽ നിന്നും വെറും 10 മിനിറ്റേ ഈ മനോഹരമായ സ്ഥലത്തേക്കുള്ളൂ. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കുറേ ഡാമുകളും റിസർവോയേഴ്സും ഒക്കെയുണ്ട്. പാലക്കാടുള്ള ഡാമുകളെക്കുറിച്ച് ഓർത്താൽ ആദ്യം വരുന്ന പേര് മലമ്പുഴ, പിന്നെ പോത്തുണ്ടി, പറമ്പിക്കുളം, കാഞ്ഞിരപ്പുഴ, അങ്ങനെ കുറേ റിസർവോയേഴ്സ് നമുക്കിവിടെ പാലക്കാടുണ്ട്. കേരളത്തിലേക്ക് ആൾക്കാരെ സ്വീകരിക്കുന്നത് തന്നെ ഒരു ഡാമിൻ്റെ വ്യൂ കാണിച്ചിട്ടല്ലേ. കേരള തമിഴ്നാട് ബോർഡറിന് അടുത്തുള്ള വാളയാർ ഡാം. പക്ഷേ ഇതിലൊട്ടുമിക്ക ഡാമുകളും ഇന്ന് ടൂറിസ്റ്റിനെ അലൗ ചെയ്യുന്നില്ല. അങ്ങനെ കുറേ അന്വേഷിച്ചപ്പോൾ ഒരു ചെറിയ ഡാമിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അധികം പോപ്പുലർ അല്ലാത്ത ഒരു ഡാം. പാലക്കാട് മീനാക്ഷിപുരം സ്ഥലത്തിനടുത്തുള്ള കമ്പാലത്തറ എന്ന പേരുള്ള ഡാമിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ടൗണിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ, അതായത് 1 മണിക്കൂർ കൊണ്ട് നമുക്കിവിടെ എത്താൻ പറ്റും. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കമ്പാലത്തറ ഡാമിനടുത്തെത്തി. ചെറിയൊരു ഡാമായ കാരണം ഈ ചുറ്റുവട്ടത്തുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കാറ്. നമ്മുടെ മലമ്പുഴ കവയുടെ കാർബൺ കോപ്പി എന്നൊക്കെ വേണമെങ്കിൽ ഈ ഡാമിനെ പറയാം. നെൽപ്പാടങ്ങൾ പോലെ തന്നെ പാലക്കാട്ടെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഈ കാണുന്ന പനകൾ. കരിമ്പനകളുടെ നാട പാലക്കാട് എന്ന് പറയാറുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഈ സ്ഥലം മലമ്പുഴയുടെ അടുത്തുള്ള കവയാണെന്നേ പറയൂ. കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയി മഴ പെയ്ത കാരണമാണ് വെള്ളം ഇത്രയും കയറി വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പനയുടെ അടുത്തൊക്കെ പോകാൻ പറ്റും. ഒടിയൻ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനായത്. തിരക്ക് കുറഞ്ഞ ഇതുപോലുള്ള ലൊക്കേഷൻസ് സന്ദർശിക്കാൻ എന്തുകൊണ്ടും നല്ലത്. കേരള ടൂറിസം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് മൂന്നാർ, ആലപ്പി, വയനാട് എന്നീ സ്ഥലങ്ങളാണ്. പക്ഷേ നെല്ലറകളുടെ നാട് എന്നറിയപ്പെടുന്ന പാലക്കാടിനെ കുറിച്ച് മലയാളികളുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടാവും. ആ ചിത്രത്തിന് വഴിയൊരുക്കിയതും മലയാള സിനിമകൾ തന്നെയാണ്. ആ സ്ഥലങ്ങളെല്ലാം നേരിട്ട് കാണാൻ പല ആളുകളും ഇന്ന് പാലക്കാട്ടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവയിൽ ചിലതെല്ലാം നമ്മളെ ഏറെക്കുറെ സ്വാധീനിക്കാറുണ്ട്. പാലക്കാടിൻ്റെ കാഴ്ചകൾ തേടി ചിറ്റൂരിലേക്ക് എത്തുന്നവർ ഇവിടെ കാണാൻ കഴിയുന്നത് നെൽപ്പാടങ്ങളും ശോകനാശിനി പുഴയും അതിരാവിലെയുള്ള തെങ്ങ് ചെത്തുന്ന കാഴ്ചകളെല്ലാമാണ്. രാവിലെയുള്ള ഈ ഫാമിലൂടെയുള്ള നടത്തത്തിൽ എനിക്ക് അതെല്ലാം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. വിജ്ഞാനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് യാത്രകൾ. നമ്മൾ പോലും അറിയാതെ പല അറിവുകളും യാത്രകളിലൂടെ ലഭിക്കാറുണ്ട്. സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ച് പലരോടും വാതോരാതെ നമ്മളെല്ലാം സംസാരിക്കാറുണ്ട്. അതിനുള്ള കാരണം ആ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് കിട്ടിയ അറിവ് തന്നെയാണ്. സ്ഥലങ്ങളും അവിടെയുള്ള ആളുകളും അവരുടെ ജീവിത രീതികളും അവർ കഴിക്കുന്ന ആഹാരങ്ങളും കലാരൂപങ്ങളും എല്ലാം യാത്രകൾ വഴി നേരിട്ട് കണ്ടനുഭവിച്ച വിജ്ഞാനം തന്നെയാണ്. ഓരോ ചുവടിലും ഈ ഫാമിൻ്റെ മനോഹാരിത കൂടിക്കൂടി വരികയാണ്. നോക്കത്താ ദൂരത്തുള്ള നെൽപ്പാടങ്ങളും അതിനിടയിലൂടെ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ള നടത്തം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്തേക്കെല്ലാം ആളുകൾ കടന്നു വരാൻ തന്നെ ഭയന്നിട്ടുണ്ട്. അതിനെ ഇന്ന് ഈ രൂപത്തിൽ കൃഷിയിടങ്ങളാക്കി മാറ്റിയതിൽ കർഷകർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പാലക്കാട് ടൗണിനെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് ചൂട് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ജലസംഭരണികളും കൃഷിസ്ഥലങ്ങളും കൊണ്ട് നിറഞ്ഞ മനസ്സിനെ കുളിർപ്പിക്കുന്ന പ്രകൃതിരമണീയമായ സ്ഥലം. കേരള ടൂറിസം സർട്ടിഫൈ ചെയ്ത ഫാമ വാക്കിനി ചാല ഫാം.
വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. തനതായ പാലക്കാടൻ കാഴ്ചകൾ തേടി വരുന്നവർക്ക് ഉറപ്പായും പരിഗണിക്കാൻ പറ്റിയ സ്ഥലമാണിത്.